പ്രിയമുള്ളവരെ നമസ്കാരം. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് കുട്ടികളുടെ ഗുരുപൂജാ ദിവസത്തെക്കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഇത് അറിയാതെയല്ല. തീർച്ചയായും അതൊരു പാദപൂജയായിരുന്നില്ല, അതൊരു ഭാരതീയ സംസ്കാരത്തെ അനുബന്ധിച്ച് അതൊരു ഗുരുപൂജയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആ ഗുരുപൂജയെ തൊട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിലും സംസ്ഥാനത്തും വ്യാപകമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കണമെന്നത് CPM-ന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഗുരുപൂജ എന്നതും ഗുരുക്കന്മാരെ ആദരിക്കുക എന്നതും ഭാരതീയ സംസ്കാരത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ഇതുവരെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. TP ശ്രീനിവാസൻ എന്ന ആ മഹത് വ്യക്തിയെ തെരുവിൽ തല്ലി താഴെയിട്ട SFIയുടെ സംസ്കാരത്തെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? അധ്യാപികയ്ക്ക് കുഴിമാടം തീർത്തുകൊണ്ട് സെന്റ് ഓഫ് നൽകിയ SFI സംസ്കാരത്തെയാണോ നമ്മൾ പിന്തുടരേണ്ടത്? സമരത്തിന്റെ പേരിൽ തെരുവിൽ പശുക്കുട്ടിയെ അറുത്ത് മുദ്രാവാക്യം വിളിച്ച UDF-ന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരമാണോ ഇവിടുത്തെ കുട്ടികൾ പിന്തുടരേണ്ടത്? സമരമെന്ന ആഭാസം കൊണ്ട് അധ്യാപകന്റെ മുഖത്തേക്ക് തല്ലുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SFIയുടെ സംസ്കാരമാണോ നമ്മൾ പിന്തുടരേണ്ടത്?